Hello friends, welcome back to food vlog. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഒരു വെറൈറ്റി ഡിഷ് ആയിട്ടുള്ള ഉണ്ടലിക്കയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഇതിന്റെ പേര് തന്നെ ഡിഫറെന്റ് ആണല്ലോ. ഞാനും ആദ്യമായിട്ട് കാണുന്ന ഒരു ഡിഷാണ്. അപ്പോൾ കാസർഗോഡ് ഉദുമയിലുള്ള എൻ്റെ ഇത്താന്റെ വീട്ടിൽ പോയപ്പോഴാണ് ഞാൻ ഈ ഒരു ഡിഷ് കണ്ടത്. അപ്പോൾ നിങ്ങളൊപ്പം ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഒരു ഉണ്ടലിക്ക എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഇതിനു വേണ്ടി ആദ്യം ഞാനിവിടെ പുഴുങ്ങലരി അരച്ചിട്ട് മാവുണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊന്ന് പുതുക്കിയെടുക്കാം. എന്റെ സ്ലാങ്ങിൽ ഈ ഒരു പ്രോസസ്സിനെ പുതുക്കാന്നാ പറയാ. അപ്പൊ നിങ്ങളുടെ സ്ലാങ്ങിൽ എന്താ പറയാന്ന് കമന്റിൽ അറിയിക്കുക. അപ്പൊ ഇതൊന്ന് നന്നായി പുതുക്കിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ കൊണ്ട് ചെറിയ ചെറിയ കടുമ്പ് ഉണ്ടാക്കി എടുക്കാം. കാസർഗോഡ് ഈ ഭാഗത്തോട്ടൊക്കെ കടുമ്പ് എന്ന് പറയും. അതുപോലെ തന്നെ കണ്ണൂർ ആ ഭാഗത്തോട്ടൊക്കെ കൊഴുക്കട്ട എന്നും പറയും. അപ്പൊ ഈ ഒരു കൊഴുക്കട്ട അതോ കടുമ്പോ നമുക്ക് പുഴുങ്ങലരി കൊണ്ടുപോയി ഉണ്ടാക്കാം, അതുപോലെ തന്നെ പച്ചരി കൊണ്ടുപോയി ഉണ്ടാക്കാം. ഞാനിവിടെ പുഴുങ്ങലരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ മാവ് മുഴുവനായിട്ട് ഇതുപോലെ ചെറിയ ചെറിയ കടുമ്പ് ഉണ്ടാക്കി കൊടുത്ത് നമുക്കിതിനെ വേവാൻ വേണ്ടിട്ട് വെക്കാം. നെക്സ്റ്റ് നമുക്ക് ഇതിനു വേണ്ടിയിട്ടുള്ള തേങ്ങാപ്പാൽ ഉണ്ടാക്കി എടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ഫുള്ള് തേങ്ങ ചിരവിയത് എടുത്തിട്ടുണ്ട്. ഒന്നാം പാലും രണ്ടാം പാലുമായിട്ട് 2 പ്രാവശ്യത്തെ പാലാണ് നമുക്ക് ഇതിനു വേണ്ടിയിട്ട് ആവശ്യമുള്ളത്. അപ്പൊ നമ്മുടെ തേങ്ങാപ്പാൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പറഞ്ഞതുപോലെ തന്നെ ഒന്നാം പാലും രണ്ടാം പാലുമായിട്ട് ഞാനിവിടെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഒരു പാനിലോട്ട് ആദ്യം രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കുക. നെക്സ്റ്റ് ഇതിലോട്ട് കുറച്ച് പച്ചരി പൊടിച്ച് ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. ഇതൊന്ന് കട്ടിയായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. പച്ചരി അല്ലെങ്കിൽ കോൺഫ്ലവർ ആയാലും മതി. നെക്സ്റ്റ് ഇതൊന്ന് ബോയിലായി വരുമ്പോഴേക്കും നമുക്ക് ഇതിലോട്ട് ഒരു 4 പീസ് ജാഗരി ഇട്ടുകൊടുത്ത് നല്ലപോലെ ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് എടുക്കാം. അപ്പൊ നമ്മുടെ ജാഗരി നല്ലപോലെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഒന്നാം പാലും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് അല്പം ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഒന്നും കൂടി ഒന്ന് ബോയിൽ ആവാൻ വേണ്ടിട്ട് വെക്കാം. അപ്പൊ ഇത് ബോയിലായി വരുന്നുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള കടുമ്പ് ചേർത്ത് കൊടുക്കാം. ലാസ്റ്റ് ആയിട്ട് 2 ചെറിയ കഷ്ണം മഞ്ഞയുടെ ഇലയും കൂടി ആഡ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് മൂടി വെച്ച് കൊടുക്കുക. മഞ്ഞയുടെ ഇല ഇല്ലാന്നുണ്ടെങ്കിൽ ഇലക്ക ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ, നമ്മളെ സ്പെഷ്യൽ ഡിഷ് ആയിട്ടുള്ള ഉണ്ടലിക്ക ഇവിടെ റെഡിയാണ്. ഇതിന്റെ പേര് പോലെ തന്നെ ടേസ്റ്റും ഡിഫറെന്റ് ആണ്. അപ്പൊ ഇതുവരെ കഴിച്ചിട്ടില്ലാത്തവര് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റിലൂടെ ചോദിക്കുക. അതുപോലെ തന്നെ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും ഒരു അടിപൊളി വീഡിയോയുമായി വരുന്നത് വരെ ബൈ ബൈ.